എല്ലാവർക്കും +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു. വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ടെസ്റ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു ദി അതർ പോയിൻ്റ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ്. ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ഓർ ക്യാരിങ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻ്റ്. ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻ്റ്. ഇൻഫിനിറ്റിയിൽ നിന്ന് ആ പോയിൻറ്റിലേക്ക് കൊണ്ടുവരാനെടുക്കുന്ന വർക്കാണ് ആ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ എത്രയാണ് പൊട്ടൻഷ്യൽ? അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചാർജിൻ്റെ ഇൻഫ്ലുവൻസ്, ഒരു ചാർജിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്ത ഏരിയ. അപ്പോൾ അവിടെ ആ വേറൊരു ചാർജിനെ, ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ വേറെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവിടുത്തെ ഇൻഫിനിറ്റിയിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജിനെ, ടെസ്റ്റ് ചാർജിനെ ഒരു പോയിൻറ്റിലേക്ക് കൊണ്ടുവരാൻ എടുക്കുന്ന വർക്കാണ് ആ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ. നമ്മൾ നേരത്തെ എ എന്നും ബി എന്നും രണ്ട് പോയിൻറ്റുകൾ പറഞ്ഞുകൊണ്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VAB ഈസ് വർക്ക് ഡൺ ബൈ ദ ചാർജ്. Q എന്ന് പറഞ്ഞ ചാർജിനെയാണ് ബിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ നമ്മൾ ഫ്രം ബി ടു എ, വർക്ക് ഡൺ ഫ്രം ബി ടു എ ഡിവൈഡ് ബൈ ദാറ്റ് ചാർജ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഓർ ഇറ്റ് ഈസ് ദി വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ്. ഇതാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ. ഇനി നമ്മൾ ഇതിൻ്റെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്ത് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ്. അപ്പോൾ പോയിൻ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് പോയിൻ്റ് ആൻഡ് ദാറ്റ് ചാർജ്. പോയിൻ്റ് ചാർജിൻ്റെ അല്ല ചാർജിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഈ യൂണിവേഴ്സായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാനൊരു പോയിൻ്റ് ഒബ്ജക്റ്റാണ്. വലിയൊരു സൈസുള്ള യൂണിവേഴ്സിൽ ഞാൻ വളരെ ഒരു പോയിൻ്റാണ്. ഒരു പോയിൻ്റിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആ ചാർജിന് നമ്മൾ പോയിൻ്റ് ചാർജ് എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. ഹിയർ വി കൺസിഡർ എ ചാർജ് Q. ആൻഡ് വി ആർ കൺസിഡറിങ് എ പോയിൻ്റ് എ. ഇവിടെ ഒരു പോയിൻ്റ് എ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ P എന്ന് പറയുന്നൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നു. ഇറ്റ് ഈസ് എ ജനറൽ പോയിൻ്റ്. ഇപ്പം നമ്മൾ എ എന്ന് പറയുന്ന പോയിൻറ്റിലെ പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജ് എന്ന് പറയുന്നത് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു Q0 എന്ന് പറഞ്ഞ ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ആ സമയത്ത് ചെയ്യുന്ന വർക്ക് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഡിവൈഡ് ബൈ ദാറ്റ് ചാർജ് ഗിവ്സ് ദി പൊട്ടൻഷ്യൽ അറ്റ് പോയിൻ്റ് എ. അപ്പോൾ അത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഒരു സ്മോൾ ഡിസ്റ്റൻസ് അല്ലെ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു എന്ന് പറയാം. കാരണം നമ്മൾ ഫോഴ്സ് കോൺസ്റ്റൻ്റ് അല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫ്രം, അതുപോലെ തന്നെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q ഈസ് X ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ A ആൻഡ് Q ഈസ് R, infinity. So we are considering a small displacement dx. Therefore the work done is, for that displacement the work done is force into displacement and also into cos theta. ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചാർജ് ഇരിക്കുന്നു എന്ന് കൺസിഡർ ചെയ്യുന്നു ഒരു പോയിന്റിൽ. അപ്പോൾ ദാറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് ഈസ് അക്കോർഡിംഗ് ടു Coulomb's law, that is
1/4πε0 Q1 Q2/r² നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1/4πε0 Q1 Q2 എന്ന് പറയാൻ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് Q0 ബൈ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? x². എക്സ് എന്നുള്ളതാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ആർ എന്നുള്ള കൊടുത്തിരിക്കുന്നത് എ മുതൽ ക്യൂ വരെയുള്ള ഡിസ്റ്റൻസാണ് ആർ. അതാണ് ഫോഴ്സ്. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു കോസ് തീറ്റ. നമ്മുടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഫോഴ്സ്, ദാറ്റ് ഈസ് കോസ് 180, ദാറ്റ് ഈസ് -1. അപ്പോൾ ഈ മൈനസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. മൈനസ് ഇവിടെ ഉണ്ട്. Q0 ബൈ 4πε0 x² dx. അപ്പോൾ ഇതാണ് സ്മോൾ വർക്ക് ഡൺ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ നിന്നോട്ട് വരികയാണ്, എവിടെ വരെയാണ്? ഫ്രം ഇൻഫിനിറ്റി ടു എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഈസ് അറ്റ് ആർ. അപ്പോൾ സോ വി ആർ ഗോയിങ് ടു ടോട്ടൽ വർക്ക് ഡൺ. ടോട്ടൽ വർക്ക് ഈസ് W ഈസ് ഈക്വൽ ടു, വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം ഇൻഫിനിറ്റി ടു എത്രയാണ് ഡിസ്റ്റൻസ് എയുടെ? ആർ. ദാറ്റ് ഈസ് dW. ഇപ്പോൾ dW നമുക്കൊരു മൈനസ് ഉണ്ട്, അത് ഓർത്തോണം. ഫ്രം ഇൻ്റഗ്രൽ ഫ്രം ഇൻഫിനിറ്റി ടു ആർ മൈനസ് Q0 ബൈ 4πε0 x² dx. അപ്പോൾ നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻസിന് നമുക്ക് കോൺസ്റ്റൻസ് ഇൻ്റഗ്രലിൻ്റെ പുറത്തെടുക്കാം. Q0 4πε0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. x² ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങോട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് Q0 ബൈ 4πε0 നമ്മൾ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഈ 1/x² എന്നാണ്. 1/x² നമുക്ക് x⁻² എന്ന് എഴുതാം dx. ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ x⁻n ഈസ് ഈക്വൽ ടു x⁻n+1 ഡിവൈഡ് ബൈ n+1 എന്ന് പറയുന്ന ഫോർമുല, ഇൻ്റഗ്രൽ ഫോർമുല നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് Q0 ബൈ 4πε0 ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടുന്നു. x⁻n, n ഈസ് -2 +1 ഡിവൈഡ് ബൈ -2 + 1 ഫ്രം ഇൻഫിനിറ്റി ടു ആർ. ദാറ്റ് ഈസ് മൈനസ് Q0 ബൈ 4πε0 x⁻², the -2 + 1, that is -1 by -1 from infinity to r, and that is equal to, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് രണ്ടും കൂടെ പ്ലസ് ആയി മാറി. പിന്നെ ഇതിന് ലിമിറ്റ് അപ്ലൈ ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് എങ്ങനെ വരും? Q0 ബൈ 4πε0, ഇത് x⁻1 ആണ്. x⁻1 ഈസ് 1/x. 1/xനെ നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ദാറ്റ് ഈസ് എക്സിന് നമ്മൾ r മൈനസ് 1/∞. അപ്പോൾ 1/∞ 0 ആണ്. ബാക്കി കിട്ടുന്നത് Q0 ബൈ 4πε0 1/r. ഇതാണ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്തത്. Q0 ബൈ 4πε0 ഡിവൈഡ് ബൈ r. This is the work done in bringing a charge Q0 from infinity to that point. So that what is the potential? Potential എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാൻ എങ്ങനെയാണ്? യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ, കൊണ്ടുവരാനുള്ള വർക്ക് ഡൺ ആണ്. അപ്പോൾ യൂണിറ്റ് ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും? Q0 എന്ന് പറഞ്ഞ ചാർജിനെ കൊണ്ടുവരണമെങ്കിൽ വാട്ട് ഇസ് യൂണിറ്റ് ചാർജ്? യൂണിറ്റ് ചാർജ് എങ്ങനെ കൊണ്ടുവരുന്നു?
ദാറ്റ് ഈസ് വി എ എന്ന് കൊടുക്കാം. പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു, ഈ ഡബ്ല്യു എന്ന് പറയുന്നത് ദാറ്റ് ഡബ്ല്യു എ ഇൻഫിനിറ്റി എന്ന് എ വരെയുള്ള ഡിവൈഡ് ബൈ ഇവിടെ Q0 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? ഡിവൈഡ് ബൈ Q0 എന്ന് പറയുമ്പോൾ താഴെ Q0 വരും. അപ്പോൾ Q0 ക്യാൻസലായി ബാക്കി വരുന്നത് 1/4πε0 Q/R. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ് ഇക്വേഷൻ നമുക്ക് എഴുതാം. ഇക്വേഷൻ എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഈസ് ഈക്വൽ ടു V ഈസ് ഈക്വൽ ടു 1/4πε0 Q/R. ഇതാണ്, ദിസ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ് ഈസ് Q വിച്ച് ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിൻറ്റ് എ എന്ന് പറയുന്ന പോയിൻറ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? R ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിൻറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q/R.